നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. മാളയിലെ റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും അപകടത്തിന് വഴിയൊരുക്കുന്നു. കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര സാംസ്കാരികോത്സവം പറവൂരിൽ തുടങ്ങി. ശനിയാഴ്ച ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ VKS അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി. മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫാണ് പരാതി നൽകിയത്. റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ തുറന്നു കിടക്കുന്നത്. റോഡിന് വീതി കുറഞ്ഞ വളവിനോട് കൂടിയ ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2 വാഹനങ്ങൾ ഇരുദിശയിൽ വരുമ്പോൾ റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാർ ഈ കാനയിൽ വീഴുന്നതായി പരാതിയുണ്ട്. രാത്രികാലങ്ങളിൽ റോഡിന്റെ വീതി കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു. അടിയന്തരമായി കാൽനടയാത്രക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കാനയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് റോഡിന്റെ ഈ ഭാഗം അപകടരഹിതമാക്കണമെന്നും നിരവധി പ്രാവശ്യം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നതെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം മാള. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PJ സ്മിത, VB സിന്ധു, KE കുഞ്ഞുമോൾ, CK സന്ദീപ് കുമാർ, KN ജയപ്രകാശ്, MV ഉഷ എന്നിവർ സംസാരിച്ചു. ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രസക്തമായ കാതലായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര സാംസ്കാരികോത്സവം പറവൂരിൽ തുടങ്ങി. ശനിയാഴ്ച ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ VKS അനുസ്മരണ പ്രഭാഷണം നടത്തി. B രമേശ് അധ്യക്ഷനായി. ജനകീയ കലയെപ്പറ്റി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സംസാരിച്ചു. കൊട്ടിയം മുരളി, PK വാസു, TP ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു. 21ാം നൂറ്റാണ്ടിലെ മലയാളി കുടുംബജീവിതം എന്ന വിഷയത്തെപ്പറ്റി ഡോക്ടർ J ദേവിക സംസാരിച്ചു. ഡോക്ടർ സജിത മഠത്തിൽ മോഡറേറ്ററായി. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ട് കാവടിച്ചിന്ത് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. യശശരീരനായ ശാസ്താംപാട്ട് കലാകാരൻ പുഞ്ചപ്പറമ്പിൽ പങ്കജാക്ഷ മേനോന്റെയും പുഞ്ചപ്പറമ്പിൽ പ്രഭാകര മേനോന്റെയും വളവനപ്പറമ്പിൽ രാമർ നായരുടെയും സ്മരണാർത്ഥമാണ് അഖില കേരള സൗഹൃദ ശാസ്താംപാട്ട് കാവടിച്ചിന്ത് മത്സരം സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ജഡ്ജി ഗീത മഴുവൻശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജേതാക്കളായ രാമചന്ദ്രൻ അന്നനാട്, TN കൃഷ്ണൻകുട്ടി, ശാസ്താംപാട്ട് കലാകാരന്മാരായ ചന്ദ്രൻ നായർ കുറ്റിച്ചിറ, നാരായണൻകുട്ടി മേനോൻ പുത്തൻചിറ എന്നിവരെ ആദരിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ പ്രീത V, TA അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജ ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു.
വിദ്യാലയത്തിലെ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി വിഭാ ഗിരീഷ് ദീപം കൊളുത്തി. വിവേകാനന്ദ ടെസ്റ്റ് ഡയറക്ടർ എം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജർ ടി.കെ. സതീഷ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകാരി കാബ സുരേന്ദ്രൻ മാതൃപൂജ സന്ദേശം നൽകി. മാതൃപൂജയിൽ ബേബിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിലെ റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും അപകടത്തിന് വഴിയൊരുക്കുന്നു. കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര സാംസ്കാരികോത്സവം പറവൂരിൽ തുടങ്ങി. ശനിയാഴ്ച ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ VKS അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.